തന്നെ ഇന്നിപ്പോൾ സിക്കിമിലും അരുണാചൽ പ്രദേശിലും വോട്ടെണ്ണൽ നടക്കുകയാണ്. ഭരണ തുടർച്ച എന്നുള്ളതാണ് ആദ്യ മണിക്കൂറിലെ ഫലസൂചന എന്നാണ് നമുക്ക് ഈ ആദ്യ മണിക്കൂറിലെ റിസൾട്ടൊക്കെ വരുമ്പോൾ മനസ്സിലാകുന്നത്. അരുണാചൽ പ്രദേശിലെ 25-ലധികം നിയമസഭാ സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥികൾ മുന്നിലാണ്. 60 അംഗ സഭയിലേക്ക് 10 BJP സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ എതിരില്ലാതെ വിജയിച്ചിരുന്നു. സിക്കിമിൽ ഭരണകക്ഷിയായ സിക്കിം ക്രാന്തികാരി മോർച്ച ആധികാരിക വിജയം ഉറപ്പിച്ചിരിക്കുന്നു. ആകെയുള്ള 32 സീറ്റിൽ 31 SKM സ്ഥാനാർത്ഥികൾ മുൻപിലാണ്. എങ്ങനെയാണ് ആദ്യ മണിക്കൂറിലെ ഫലസൂചനകൾ എന്നുള്ള കാര്യം നമുക്ക് അനൂപ് ദാസ് പറഞ്ഞു തരാനായിട്ടുണ്ട്. അനൂപ്, ഗുഡ് മോർണിംഗ്. ആദ്യം ഈ ഫലസൂചനകൾ, ആദ്യ മണിക്കൂറിലെ ഫലസൂചനകൾ എങ്ങനെയാണെന്നുള്ള വിവരം, ഒപ്പം തന്നെ ഈ വോട്ടർ സൈക്കിൾ ഡയറി അതിങ്ങനെ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. വോട്ടർ സൈക്കിൾ ഡയറി ഒക്കെ കഴിഞ്ഞ് അനൂപ് ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ എവിടെയാണ്? അക്ഷയ, വോട്ടർ സൈക്കിൾ ഡയറി കഴിഞ്ഞു, ഡൽഹിയിലേക്ക് തിരിച്ചെത്തി. കൊൽക്കത്തയിലായിരുന്നു നമ്മൾ അവസാനിപ്പിച്ചത്. ഡൽഹിയിലേക്ക് എത്തി, ഓഫീസിലാണ്. ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് വരാം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വിധി വരാൻ 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതിനു മുൻപ് വരുന്ന വിധി എന്ന് പറയുന്നത് BJPക്ക് ആശ്വസിക്കാനും ആത്മവിശ്വാസം പകരുന്നതുമാണ് എന്ന് ആദ്യ മണിക്കൂറിൽ നമുക്ക് വിലയിരുത്താം. ഏറ്റവും പ്രധാനപ്പെട്ടത് അരുണാചലിലെ വിധിയാണ്. 60 അംഗ നിയമസഭ, അതിൽ 10 മണ്ഡലങ്ങളിലേക്ക് നേരത്തെ തന്നെ BJP സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മാത്രവുമല്ല, അരുണാചലിലെ മത്സര ചിത്രം നമ്മൾ നോക്കിയാൽ മുഴുവൻ സീറ്റുകളിൽ മത്സരിച്ച ഏക പാർട്ടി BJP മാത്രമാണ്. കോൺഗ്രസ് വെറും 19 സീറ്റുകളിൽ, NPP വെറും 20 സീറ്റുകളിലൊക്കെയാണ് മത്സരിച്ചിട്ടുള്ളത്. അവിടെ ഇപ്പോൾ വിധി വരുമ്പോൾ 34 സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുന്നു. അതിന് പുറമെ നേരത്തെ എതിരില്ലാതെ വിജയിച്ച 10 സീറ്റുകൾ, അതായത് 44 BJP മുന്നിട്ട് നിൽക്കുകയാണ്. വീണ്ടും ഭരണം ഉറപ്പിച്ചിരിക്കുന്നു. NPP 7 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസ് 1 സീറ്റിൽ മാത്രം ഇടയ്ക്ക് മുന്നിൽ കയറുന്നു, ഇടയ്ക്ക് പിന്നോട്ട് പോകുന്നു എന്ന അവസ്ഥയാണുള്ളത്. കഴിഞ്ഞ തവണ 16.5% വോട്ട് നേടിയിരുന്ന കോൺഗ്രസ് ഇത്തവണ തകർന്നില്ലാതായി പോകുന്ന കാഴ്ചയാണ് അരുണാചൽ പ്രദേശിൽ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. രണ്ടാമത്തേത് സിക്കിമാണ്. സിക്കിമിൽ ദേശീയ പാർട്ടികൾക്ക് ഒരു പ്രാധാന്യവുമില്ല എന്ന് ഊട്ടിയുറപ്പിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം വീണ്ടും വരുന്നുണ്ട്. 32 സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 31 മഹാഭൂരിപക്ഷവുമായി സിക്കിം ക്രാന്തികാരി മോർച്ച മുന്നിട്ട് നിൽക്കുകയാണ്. 1 സീറ്റിൽ മാത്രമാണ്, അവിടെ ഏതാണ്ട് 5000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിൻ്റെ സ്ഥാനാർത്ഥിക്കുള്ളൂ. ഒരുപക്ഷെ അതുകൂടി ഈ ഭരണകക്ഷി പിടിച്ചെടുക്കുമെന്ന അവസ്ഥയാണുള്ളത്. എന്തായാലും സിക്കിമിലും അരുണാചൽ പ്രദേശിലും ഭരണ തുടർച്ച എന്ന് തന്നെയാണ് ആദ്യ മണിക്കൂറുകളിലെ ഫലസൂചന. അക്ഷയ, ശരി. എന്തായാലും നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സിക്കിമിലും അരുണാചൽ പ്രദേശിലും നടന്നത്. രണ്ടിടത്തും ഭരണ തുടർച്ച തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ആദ്യ മണിക്കൂറിലെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത്. അനൂപ് ദാസ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്.